വാർത്തകളിലേക്ക്. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ആവേശകരമായ വിജയം. 242 റൺസ് പിന്തുടർന്ന ഇന്ത്യ 45 പന്തുകൾ ബാക്കി നിൽക്കെ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. 6 വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, ഈയൊരു മാച്ചിലെ വിജയത്തോടുകൂടി സെമി ഫൈനൽ ഏതാണ്ട് ഇന്ത്യ ഉറപ്പിച്ചിരിക്കുന്നു. കാളിദാസ്, സെമി ഫൈനലിലേക്ക് അങ്ങനെ ഇന്ത്യ രണ്ടാം പോരാട്ടത്തിലെ ജയത്തോടു കൂടി കടന്നിരിക്കുകയാണ്. ന്യൂസിലാൻഡാണ് ഇന്ത്യക്ക് മുന്നിൽ ഈ ഒരു ഗ്രൂപ്പിലുള്ളത്. എന്തായാലും ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർ, അത് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും മാത്രമല്ല മറ്റുള്ള ആരാധകർ പോലും വളരെയധികം കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്നത്. അത്തരത്തിൽ കാത്തിരിക്കുന്ന ആരാധകരെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്ന ഒരു മത്സരം തന്നെയാണ് ഇന്ന് ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ കാണാൻ സാധിച്ചത്. ടോസ് നേടിയ പാകിസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയും ഇന്ത്യ ഫീൽഡിംഗ് ചെയ്യുകയുമായിരുന്നു. തുടക്കത്തിലൊരു പതിഞ്ഞ രീതിയിലാണ് പാകിസ്ഥാൻ തുടങ്ങിയതെങ്കിലും പിന്നീട് ക്രീസിൽ പിടിച്ചു നിൽക്കുകയും 241 റൺസ് തികയ്ക്കുകയുമായിരുന്നു. ആ ഒരു 242 റൺസ് എന്ന വിജയ ലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യ വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. കോഹ്ലി തൻ്റെ പഴയ ഫോമിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ച കൂടി ഇന്ന് ആ മൈതാനത്ത് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഓപ്പണർമാരായി ഇറങ്ങിയ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തുടക്കത്തിൽ തന്നെ വരവ് അറിയിച്ചുവെങ്കിലും 20 റൺസ് എടുക്കുമ്പോഴേക്കും രോഹിത് ശർമ്മ പുറത്താവുകയായിരുന്നു. എങ്കിലും ഓപ്പണറായി ഇറങ്ങിയ വിരാട് കോഹ്ലി ക്രീസിൽ ഒരു സ്ഥിരത കണ്ടെത്തി. ഒപ്പം വന്നവർ കൂടി മറ്റൊരറ്റത്തേക്കുള്ളവർ കൂടി സഹായിച്ചതോടുകൂടി വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഈ ഒരു കളി പോയിട്ടുണ്ടായിരുന്നത്. ശ്രേയസ് അയ്യരും ശുഭ്മാൻ ഗില്ലും അർദ്ധ സെഞ്ചുറിക്ക് അടുത്തെത്തി. ശ്രേയസ് അയ്യർ അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ കോഹ്ലി ശ്രേയസ് അയ്യർ കൂട്ടുകെട്ടാണ് ഈ ഒരു വിജയത്തിന് അടിത്തറ പാകിയത്. മാത്രമല്ല അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വേള ഈ സെഞ്ചുറി നഷ്ടമാകുമോ എന്നൊരു പ്രതീതി ജനിപ്പിച്ച ശേഷമാണ് കോഹ്ലി അവസാന പന്തിൽ ഒരു ബൗണ്ടറി അടിച്ചുകൊണ്ട് വിജയ റണ്ണും അതുപോലെ തന്നെ സെഞ്ചുറിയും സ്വന്തമാക്കിയത്. കളി ജയിക്കാനായി 2 റണ്ണ് മാത്രം ബാക്കി നിൽക്കുമ്പോൾ സെഞ്ചുറി തികയ്ക്കാൻ വിരാട് കോഹ്ലിക്ക് വേണ്ടിയിരുന്നത് 96 റൺസായിരുന്നു നേടിയിരുന്നത്. 4 റൺസ് കൂടി വേണമായിരുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് അവസാന പന്ത് ഒരു ബൗണ്ടറി പായിച്ചുകൊണ്ട് വിജയത്തിലേക്ക് കോഹ്ലി എത്തിച്ചത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഇന്നത്തെ ബൗളിംഗ് നിരയെ കുറിച്ചുകൂടി എടുത്തു പറയേണ്ടതാണ്. പാകിസ്ഥാനെ തുടക്കം തൊട്ട് തന്നെ പ്രതിരോധത്തിലാക്കിയത് ഇന്ത്യയുടെ കൃത്യമായ ബൗളിംഗ് നിരയുടെ ആ ഒരു മികവ് തന്നെയാണ്. ഷമിയുടെ ആദ്യത്തെ ആ ഒരു ഓവർ ഒരു മോശം തുടക്കത്തിലേക്ക് ഇന്ത്യക്ക് ഒരു സാധ്യത നൽകിയിരുന്നു എങ്കിൽ പോലും ഏതാണ്ട് 11 പന്തുകളാണ് ആദ്യ ഓവറിൽ ഷമി എറിയേണ്ടി വന്നത്. അതിൽ തന്നെ 4 എണ്ണം ആദ്യം തന്നെ വൈഡുകൾ ഇറങ്ങിയതും തുടക്കത്തിൽ ഒരു സമ്മർദ്ദം ഇന്ത്യക്ക് നൽകിയിരുന്നു. എങ്കിൽ പോലും പിന്നീട് വന്ന എല്ലാവരും തന്നെ ബൗളിംഗിൽ നല്ല പ്രതിരോധം തീർക്കുകയായിരുന്നു. കുൽദീപ് യാദവ് 3 വിക്കറ്റ് വീഴ്ത്തി. ഹാർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും ഹർഷിത് റാണയും അടക്കമുള്ളവരും വിക്കറ്റ് നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് മറ്റ് 2 റെക്കോർഡുകൾ അല്ലെങ്കിൽ 2 നേട്ടങ്ങളുടെ കൂടി കാര്യമാണ്. പാകിസ്ഥാൻ താരം ബാബർ അസം തൻ്റെ ഏകദിന ഫോർമാറ്റിൽ 1000 റൺസ് ഇന്ന് ഈ ഒരു പാകിസ്ഥാൻ ഇന്ത്യ മത്സരത്തിൽ തികയ്ക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ വിരാട് കോഹ്ലി തൻ്റെ ഏകദിന ഫോർമാറ്റിൽ 14,000 റൺസ് കൂടി ഇന്ന് തികച്ചു. ഈ ഒരു നേട്ടം അല്ലെങ്കിൽ ഈ 14,000 റൺസ് ഏറ്റവും വേഗത്തിൽ സ്വന്തമാക്കുന്ന താരം കൂടിയാണ് വിരാട് കോഹ്ലി. സച്ചിൻ ടെണ്ടുൽക്കർ 14,000 റൺസ് ഏകദിനത്തിൽ എടുക്കാൻ വേണ്ടി വന്നത് 30-ലധികം ഇന്നിങ്സ് ആയിരുന്നു. അതിനാൽ തന്നെ ഒരു ഏകദിന ഫോർമാറ്റിൽ ഇത്രയധികം 14,000 റൺസ് ഏറ്റവും വേഗത്തിൽ തികയ്ക്കുന്ന താരം കൂടിയായി ഇന്നത്തെ മത്സരത്തിലൂടെ വിരാട് കോഹ്ലി മാറിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ വിജയത്തോടു കൂടി ഇന്ത്യ സെമി ഫൈനൽ ഉറപ്പിച്ചിരിക്കുകയാണ്. മത്സരങ്ങൾ ഇനിയും ഉണ്ട്. മാർച്ച് 4-നാണ് സെമി ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കുക. എന്തായാലും ഇന്നത്തെ ആവേശ ജയം എന്ന് പറയുന്നത് ക്രിക്കറ്റ് ആരാധകർക്കും പ്രത്യേകിച്ച് ഇന്ത്യൻ ആരാധകർക്കും വലിയ സന്തോഷം തന്നെയാണ്. നിലവിലെ ചാമ്പ്യന്മാരായ, നിലവിലെ ഈ മത്സരം ചാമ്പ്യൻസ് ട്രോഫിയുടെ ആതിഥേയരായ പാകിസ്ഥാനെ അടിയറവ് പറയിക്കുക എന്നത് ഇന്ത്യക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. കാളിദാസ്, ശരി അതുല്യ.